ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഗ്സാഗ് ഗെയിം പ്ലേ. അങ്ങനെ എത്രയും ദിവസം വീഡിയോ ഇടാത്തുന്ന ഒരു പരീക്ഷയായിരുന്നു. ഇപ്പോഴാണ് വെക്കേഷൻ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റ കറുവിൻ്റെ പരസ്യം ഞാൻ നോക്കിയിട്ട് കേട്ടത്. ടാറ്റ കറുവിൻ്റെ പരസ്യമില്ല, കറുവാണിത്. അതാണ് നെക്സാണോ? കറുവൻ നെക്സോൺ കാണാൻ ഒരേപോലെയാണ്. ടാറ്റ കറുവാൻ നെക്സോണ് അല്ല, രണ്ടുമല്ല, പഞ്ച്. ഇതാണ്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, പഞ്ചാണ്. ടാറ്റയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ടാറ്റയുടെ എല്ലാ വണ്ടികളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വന്നേക്കണത്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈൻക്രാഫ്റ്റ് ആണെന്ന്. മൈൻക്രാഫ്റ്റ് അല്ല, മൈൻക്രാഫ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേര് മിനി എന്നുള്ള വേറൊരു പേരാണ്. ഞാൻ അത് അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഈ ഗെയിമിൽ ഞാൻ ഉണ്ടാക്കിയ വീടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് അറിയണം എൻ്റെ വീടിൻ്റെ പാലാച്ചല്ല, വീടുണ്ടാക്കിയിട്ട് കുറേ നാളായി. പക്ഷെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടല്ലേ കാണണം. അപ്പം നിങ്ങൾക്ക് പാലാച്ചാണ് ഈ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അത് ഞാൻ ഔട്ടർ വ്യൂ ഒന്ന് കാണിച്ചുതരാം. ഫ്രണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇരിക്കണ. ഈ കാണുന്ന ടാറ്റ പഞ്ചും കൂടെ വാങ്ങിച്ചിടാം. ഓക്കെ, ഫ്രണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇരിക്കണ. സൈഡ് ഒക്കെ കാണാൻ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഓരോരോ കമ്പാർട്ട്മെൻറ്റാണ്. അതായത് ഇതാണ്ട് ഈ രണ്ടും ഇതും ഒക്കെ ഈ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് കമ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ രണ്ട് വഴികളുണ്ട്. വീട്ടിനകത്തൂടെ കയറാൻ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിൻ്റെ ഔട്ടീരിയറൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. അത് നമുക്ക് വീട്ടിൽ കയറാനുള്ള ദൂരമൊക്കെ ചൊല്ലി കയറാം. ബിസ്മില്ലാഹിക്ക് തവക്കൽത്തു വലല്ല എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങണം. ഓക്കെ, നമുക്ക് വീട്ടിൽ കയറാം. ഡോർ തുറന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒന്നും ഇല്ല ഗൈസ്, ഇനി പണിയണം. ഒരു റൂം പണിയണം ഫസ്റ്റ് ഫ്ലോറിൽ. പിന്നെ അത് എന്താ ഈ കാണുന്നത് ബേസ്മെൻ്റ് ആണ്. ബേസ്മെൻറ്റിന് കുറുക്കം കൂവണം. അപ്പോൾ ഈ കാണുന്ന ബേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആരും ചെയ്യാം, ബേസ്മെൻറ്റിലേക്ക് പോവാം. എന്തൊരു എന്തൊരു ഗൈസ്, നീല ഒന്നും കൂടെ ഇറങ്ങട്ടെ. ഞാൻ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാൻ പോകണം. അപ്പോൾ ബേസ്മെൻറ്റിൻ്റെ ഇത് ജയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ. ജയിലാണ്. പിന്നെ ഈ ബേസ്മെൻറ്റിൽ രണ്ട് റൂം ഞാൻ പണിത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പം എന്താണ്ട ഇവിടെയാണ് റൂം. ഇവിടെ കട്ടിൽ, കസേര. ഇതാണ് ഈ കുഴപ്പം ഗൈസ്. ഇവിടെ ഞാൻ വെളിച്ചത്തിന് വേണ്ടി ഒരുപാട് ഇങ്ങനെ തീ വെച്ചിട്ടുണ്ട്. പറക്കൊന്നും വേണ്ട, ചാടിയാൽ മതി. ചാടാനൊക്കെ പാടാണ് കഴിച്ചിട്ട്, തീ ഉള്ളതുകൊണ്ട് പറക്കാൻ പാടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റൂം. ഞാൻ ഇറങ്ങിയില്ല. ഓക്കെ, അതാണ് ഈ റൂം. ഇനി അടുത്ത റൂം കാണിച്ചു തരാം. ഇനി വേണ്ട, ഇതൊരു ജയില്. ഇതൊരു ജയില്, വേറൊരു ജയിലും കൂടെ ഉണ്ട്. ഇതൊരു ജയില്, വേറൊരു ജയിലും കൂടെ ഉണ്ട്. അത് ഇതിനകത്താണ്, കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ജയിൽ. ഇവിടെ ക്ലോസറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം. ഇവിടെ ചാടാനൊക്കെ പറ്റും. ഇവിടെ ബാത്ത് ടപ്പും കസേരയും അപ്പുറത്ത് കസേരയും ഫ്രിഡ്ജും ബെഡാണ്. ഇവിടെ ബാത്ത് ടബും കസേരയും മെത്തയാണ് ഞാൻ പണിത് വെച്ചേക്കണം. പിന്നെ അപ്പുറത്ത് അത്ര ലൈറ്റില്ല, അതുകൊണ്ട് ചാടാനൊക്കെ പറ്റും. ഇനി അപ്പുറത്തുനിന്ന് ലൈറ്റ് കുറച്ച് ഒഴിവാക്കണം. പിന്നെ ഇവിടെ ഇത് മാത്രം. ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചത്. നമുക്ക് ബേസ്മെൻറ്റിൽ കൂടെ തന്നെ വെളിയിറങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു വഴി ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബേസ്മെൻറ്റിൽ കൂടെ തന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ അതിനായിട്ടുള്ള വഴിയാണ് ഞാൻ പണിത് വെച്ചേക്കണം. അതായത് ബേസ്മെൻറ്റിൽ കൂടെ നമുക്ക് ഡോർ അടച്ചിട്ട് കേട്ടെ.
ഇടയ്ക്കിടയ്ക്ക് കൂവുന്നുണ്ട്. അപ്പോൾ അതാണ്ട നമുക്ക് ബേസ്മെൻറ്റിൽ കൂടെ തന്നെ ഇങ്ങനെ വെളിയിറങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പണിത് വെച്ച വഴിയാണിത്. കുറച്ച് നീട്ടി അങ്ങ് പണിത് വെച്ച്. ഇത് സ്റ്റെപ്പാണ്. കയറാം. ഓക്കെ, ഇവിടെ ഫുള്ള് ഞാൻ വെള്ളമാക്കിയിട്ടേക്കാണ്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സൂര്യന്. ഇനി ആട് വരും. അപ്പോൾ ഗായ്സ് നമ്മൾ വെളിയിലെത്തിയിട്ടുണ്ട്. ഈ വഴി കൂടെയാണ് നമ്മൾ വെളിയിറങ്ങിയത്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളെ വീടിൻ്റെ മണ്ടേ കൂടെ അല്ലേ ഒരു ആട് പോണത്. എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിലെ മണ്ടേക്കാർക്ക് ആട് സ്പോണായത്. എനിക്ക് ഇറങ്ങി നടങ്ങിക്കോട്ട് പാവം. നടക്കിക്കോട്ട് പാവം. ഇത് ജനലാണ് ഗൈസ്. ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ജനലാണ്. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വീട്ടിനകത്തുനിന്ന് ഇങ്ങനെയും കാണാം, അല്ലെങ്കിൽ തുറന്നും കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം അടച്ചിടാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ബേസ്മെൻറ്റും കണ്ട് ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറിൽ പോവാം. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ ഒരു റൂം പണിത് വെച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ എഡ്ജാണ് ഞാൻ മറ്റേ ഔട്ടേരിയർ നമ്മൾ അതിന് എന്തിനാ പറയണ ഔട്ടീരിയർ കാണിച്ചപ്പോഴേ ഞാൻ ഒരു നീല കളർ സംഭവത്തിൻ്റെ മുകളിൽ കണ്ടില്ല. ഇതാണ് ഈ വാളാണത്. ഇതാണ്ട് കാണും. ഇവിടെയൊക്കെ ഞാൻ ബ്ലോക്ക് ഒന്നും വെച്ചിട്ടില്ല. അത് വാളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റേ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ ഒരു റൂം പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സെക്കൻഡ് ഫ്ലോറിൽ നമ്മളൊരു റൂം പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ പ്രത്യേകതയൊന്നും ഇല്ല, ബെഡ് മാത്രമേ ഉള്ളൂ. ഒരു കസേര ഇപ്പം തന്നെ വെച്ചാലോ. അപ്പം നിങ്ങൾ മുമ്പിൽ വെച്ചൊരു കസേര വയ്ക്കാം. ഈ കസേര വയ്ക്കാൻ സ്ഥലമുണ്ട് ഗൈസ്. അതാണ് സ്ഥലമൊക്കെ ഉണ്ട്, പിന്നെ സ്ഥലമില്ല. അപ്പം കസേര അതിന് വേറെ വല്ലതും ഉണ്ടാകുന്ന നോക്കട്ടെ. ഒരു ജനാല വെച്ചാൽ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാം. ഫ്രിഡ്ജ് വേണോ? ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ വല്ല ഇപ്പം ഞാൻ ഓടിത്തിളർന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ വന്ന് കിടക്കണതിന് മുമ്പ് ഇവിടെ തന്നെ അങ്ങ് തണുത്ത വെള്ളം കുടിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രിഡ്ജും കസേര നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാൽക്കണിയാണ്. അതാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബാൽക്കണിയിൽ ഞാൻ ഒരു ജനൽ പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. വേണ്ട ഗൈസ്, നമ്മൾ ഗ്രാനി 1-നകത്ത് ഒരു സീവർ ഇല്ലേ, സ്പൈഡർ ആഞ്ചലീനെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി കിടക്കുന്ന സീവർ. ആ സീവർ ഞാൻ പണിത് വെച്ചിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഡോറ്. ഗൈസ് ഇടയ്ക്ക് വെച്ച് വോയിസ് മാത്രം വേണം ഒരു ആഡ് വന്ന് എന്താണെന്ന് അറിഞ്ഞോളൂ. അപ്പോൾ ഇതാണ് ബാൽക്കണിയിലുള്ള ഡോറ്. കണ്ടോ, നമ്മൾ ബാൽക്കണിയിലെത്തി. അപ്പം ഇതാണ് ബാൽക്കണിയിലുള്ള വ്യൂ. ഇത് ഒരു ഇനി അടുത്ത ആട് വരെ. ഗായ്സ്, ഞാൻ നേരത്തെ വീഡിയോ ഓണാക്കാതെ ഈ കമ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞെന്ന്. അത് വേസ്റ്റായിപ്പോയി. അതായത് ഞാൻ വീഡിയോ ആദ്യം വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഓണാക്കാൻ മറന്നു. ഞാൻ വെറുതെ ഈ ഓണാക്കാൻ മറന്നു. എന്നിട്ട് ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടുത്തുന്നു. ആ പറഞ്ഞ വേസ്റ്റായി. ഇതൊക്കെയാണ് കുഴപ്പം. ഇനി ഇവിടെ ക്രിയേറ്ററിൻ്റെ അടുത്ത് ഇതൊക്കെ ഇനി ശരിയാക്കാൻ പറയണം. ലാഗാണ് ഗൈസ് ഇടയ്ക്ക് ഗെയിം. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞ് വീഡിയോ പാതി വെച്ച് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇവിടെ വന്നെത്തിയാൽ നമുക്ക് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ ടെറസ് എത്തി. ഒരു ആടുണ്ടല്ലോ, ഡാൻസ് കളിക്കണം. ഓക്കെ, ഇനി മറിച്ച് നിങ്ങൾ കയറി ഇവിടെ എത്തിയ ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ 2 ഫ്ലോർ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡോർ എത്തി. ഇനി നമുക്ക് ഓർക്കട്ടെ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ടേബിളുണ്ട്, മെത്തയുണ്ട്. ഗാസിനെ അറിയാതെ അതൊന്ന് എടുത്ത് കളഞ്ഞ്. ഇനി ഇവരെ ക്രിയേറ്ററിൻ്റെ ഇതാണ് ഇവർ ക്രിയേറ്ററിനകത്ത് ഇനി ഇതൊക്കെ സോൾവ് ആക്കി തരാൻ പറയണം. ഞാൻ അറിയാതെ ഒരു ബ്ലോക്ക് എടുത്ത് കളഞ്ഞ്. ഇപ്പം എടുത്ത് കളഞ്ഞൊന്നും എന്നെ
ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ബ്ലോക്ക് എടുത്ത് കളഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട, അത് മായ്ച്ച് കള. അപ്പോൾ ഒന്നും എടുത്ത് കളഞ്ഞില്ല. ഓക്കെ, എന്തിനാണ് ഡാൻസ് വിറയ്ക്കണം. ഓക്കെ, നമ്മൾ ഈ കമ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു തന്നു. സെക്കൻഡ് ഫ്ലോർ വേണതാണ് ഇവിടെ ആയിട്ടാണ്, ബാക്ക് സൈഡിൽ കൂടെയാണ്. അപ്പം ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഡോർ ഓർക്കട്ടെ. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. അപ്പോൾ ഇതാണ് ഈ കമ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഫ്ലോറ്. ഇങ്ങറ്റത്തായിട്ടൊരു വാഷിംഗ് മെഷീൻ, ഇങ്ങറ്റത്തായിട്ടൊരു ക്ലോസറ്റ്, ഇങ്ങറ്റത്തായിട്ടൊരു ബാത്ത് ടബ്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ടേബിൾ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് മെത്ത, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഫ്രിഡ്ജ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ കമ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഫ്ലോറ്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ പോവാം. അപ്പുറത്തെ ഇപ്പം ഈ ഞാൻ പറയാനും പറ്റില്ല. ആട് വന്ന് വഴിയിലേക്ക് ആടേ മാറ്, പിടിച്ച് ഗ്രില്ലടിക്കും ഞാൻ, ഫ്രോസൊക്കെ കൊടുത്ത് ഗ്രില്ലടിക്കും. ഓക്കെ, അടുത്ത കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കയറാനുള്ള വഴി ഏതാണെന്ന്. ഇതാണ്ട് ഇതിലും സെക്കൻഡ് ഫ്ലോർ 2 ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ ഈ സ്റ്റെപ്പ്, ഈ കാണുന്ന സ്റ്റെപ്പ്. സെക്കൻഡ് ഫ്ലോറിൽ കയറാൻ ഈ കാണുന്ന സ്റ്റെപ്പ്. സെക്കൻഡ് ഫ്ലോറിൽ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് പോകണം. രണ്ടിൻ്റെ ഡോർ നടുക്കായിട്ടാണ് വെച്ചത്. പക്ഷേ സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചാൽ ഈ സ്റ്റെപ്പിൻ്റെ അടിയിലായി പോകും ഇത്. അപ്പോൾ അതൊന്ന് വൃത്തിയിടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പണിതില്ല. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടൊരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് നമ്മൾ ഒറിജിനൽ ഗെയിമൊന്നും ഞാൻ നോക്കിയില്ല, സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കൈ തട്ടി പറയുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ അപ്പം ഗൈസ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അത്രയ്ക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ ഫ്ലോറിലോട്ട് അങ്ങ് കയറാം. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡോറാണെന്ന് തുറക്കട്ടെ. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ക്ലോക്കിനെ വെച്ചിട്ടുണ്ട്. കണ്ട് ഇവിടെ ആയിട്ടൊരു ക്ലോക്ക്, ഇവിടെ ആയിട്ടൊരു ബാത്ത് ടബ്, ഇവിടെ ആയിട്ടൊരു ക്ലോസറ്റ്, പിന്നെ ഇവിടെ ആയിട്ടൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഈ ഗ്രില്ല് ചൂടാക്കി നമുക്ക് സോസേജൊക്കെ പൊരിച്ച് തിന്നാം. അപ്പോൾ ഇവിടെ ആയിട്ടൊരു കസേര, ഇവിടെ ആയിട്ടൊരു ബെഡ്, ഇവിടെ ആയിട്ടൊരു മേശയും കബോർഡും വേണൊരു സംഭവം. പിന്നെ ഇവിടെ ആയിട്ടൊരു ക്ലോക്ക്. ഞാൻ ചാടി കളിക്കണം. ഇനി നമുക്ക് ഈ ഫ്ലോറിൽ കയറാം. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഫ്ലോറിനെ കാണിച്ചു തന്നു ഞാൻ ചാടിയെടുത്ത്. ഇനി നോക്കി ഫ്ലോറിൽ കയറാം. ഓക്കെ, ഈ ഫ്ലോറിൻ്റെ ഡോറാണ് ഇത്, തുറക്കട്ടെ. ഈ ഫ്ലോറും താഴത്തെ ഫ്ലോർ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ഫ്ലോറിലും ക്ലോക്ക് ഉണ്ട്. ഇപ്പുറത്തെ സൈഡാണ് വെച്ച നീല കളർ ക്ലോക്കാണ്. പിന്നെ ഗ്രില്ല് വെച്ചത് ഇങ്ങറ്റത്താണ്. പിന്നെ ഇതാണ് ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ് ഇരിക്കണം. ഇവിടെ ആയിട്ടാണ് ബാത്ത് ടബുള്ള, ഇവിടെ ആയിട്ടാണ് ഇവിടെ ആയിട്ടാണ് കസേരയുള്ള, ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജുള്ള, ഇവിടെ ആയിട്ടാണ് മെത്തയുള്ള. ഓക്കെ, ഇവിടെ ആയിട്ടാണ് മെത്തയുള്ള, ഇവിടെ ആയിട്ടാണ് ടേബിളുള്ള. ഇവിടെ ആയിട്ടാണ് ടേബിളുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ റൂമിലും ഞാൻ മെത്തേഡ് എടുത്ത് ടേബിൾ വെച്ചിട്ടുണ്ട്. അത് മസ്റ്റാണ്, മെത്തേഡ് എടുത്ത് ടേബിൾ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്. ഞാൻ ഇവിടെ കുളത്തിൻ്റെ അടുത്തൊരു ബാത്ത് ടബ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ഇത്രയാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് റെക്കോർഡായെന്ന് തോന്നുന്നില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റെക്കോർഡായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാനി 1ലുള്ള സ്പൈഡർ ആഞ്ചലിയൻ നടക്കുന്ന സീവർ ഉണ്ടല്ലോ, അതിനെ ഇതിൽ പണിത് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവിടെ ഇല്ല, ഇവിടെയൊന്നുമല്ല. ഇത് എവിടെയാണ്? ഇത് രാത്രിയായി. പകലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായേനെ. അതാണ്ട് ഇവിടെ ഇത് രാത്രിയായി ഗൈസ്. അതുകൊണ്ട് ഇത് രാത്രിയായതുകൊണ്ട് ഫുള്ള് ഇരുട്ടാണ്. വേണ്ട ഗൈസ്, കയറണ്ട, ഫുള്ള് ഇരുട്ടാണ്. ആട്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ഈ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സമയം കുറേ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഇത് പാർട്ട് 1. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ സിവറും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാത്രിയായി.
ഈടായി കൂടാതെ സമയം കുറേയായി. അതുകൊണ്ട് ഇനി ഇത് പാർട്ട് 1 പാർട്ട് 2 കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ചിരി ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് അടിക്കുക മസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ചിരി ബൈ ബൈ.